ശരി സാർ. ഓക്കെ ഓക്കെ സാർ. ഏയ് ഇല്ല 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 ഇല്ല, താങ്ക് യു സാർ. ആവോ, അങ്ങനെ ഒരു സീറ്റ് ഒപ്പിച്ചു. എടാ ടിൻഡോ. എന്താച്ചാ? എടാ, ഇതിപ്പോ ഇക്കൊല്ലത്തെ 4ാമത്തെ സ്കൂളാ മാറുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എനിക്ക് നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കാനിട്ടല്ലേ. എന്ത് പഠിപ്പ് നിർത്തണ കാര്യല്ലേ അച്ഛൻ പറഞ്ഞത്? ഇവനെ കൊണ്ട് എടാ പഠിപ്പ് നിർത്തുന്ന കാര്യമല്ല, നിന്റെ ഈ മുടിഞ്ഞ വികൃതി നിർത്തുന്ന കാര്യമാ പറഞ്ഞത്. മോനെ, ഇനി നീ ഈ സ്കൂളിലെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് പോവണം. നല്ല കുട്ടിയാവാൻ എളുപ്പവഴി വല്ലതുണ്ടോ അച്ഛാ? എളുപ്പ വഴി ഒന്നുമില്ല. അച്ഛൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ നടന്നാ മതി. ഓക്കെ. നല്ല മിടുക്കനായിട്ട് വേണം സ്കൂളിൽ പോവാൻ. ഫസ്റ്റ് പോയിന്റ് ഓക്കെ. ഇനി അടുത്തത്? എല്ലാവരോടും നല്ലോണം പെരുമാറണം. അത് മാത്രം പറയരുത് അച്ഛാ. ആദ്യത്തെ സ്കൂളിൽ നിന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എന്നെ പുറത്താക്കിയത്. എന്ത്? നല്ലോണം പെരുമാറിയതിന് ആരേലും പുറത്താക്കുവാടാ? ഞാൻ പറയാച്ചാ. അതായത് അടുത്തിരുന്ന ടോണിയുടെ ബുക്ക് നോക്കി ഞാനൊന്ന് എഴുതാൻ ശ്രമിച്ചു. അപ്പൊ അവൻ അത് കാണിച്ചു തന്നില്ല. അന്നേരം ഞാൻ അവനെ നല്ലോണം പെരുമാറി. അവൻ അങ്ങനെ 3 ദിവസം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ല. എനിക്കപ്പ തന്നെ ടീസിയും തന്ന് പറഞ്ഞു വിട്ടു. അച്ഛൻ അതൊഴിച്ച് വേറെ എന്ത് വേണേലും പറഞ്ഞോ? ഇവനെ കൊണ്ട് ഞാൻ അതല്ല മോനെ, ടീച്ചറുടെ അടുത്ത് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കണം. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ടീച്ചറെ വീഴ്ത്തണം. ഈ അച്ഛൻ എന്നെ കുരുത്തക്കേട് പഠിപ്പിക്കാനായി ഇറങ്ങിയതാണോ? ഈ വർഷം ഞാൻ 2ാമതായി ചേർന്ന സ്കൂളിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ടീച്ചറെ ഒറ്റ നോട്ടത്തിൽ വീഴ്ത്താൻ നോക്കി. അപ്പോ ടീച്ചർ വീണില്ല. അപ്പൊ ഞാൻ ടീച്ചറെ തലയിട്ട്. അങ്ങനെ ടീച്ചറും വീണ്, താഴെ കൂടെ പോയ ഹെഡ് മാഷും വീണ്, എനിക്ക് ടീസിങ് കിട്ടി. വേണ്ട മോനെ, നീ ഒന്നും ചെയ്യണ്ട. ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാ മതി. ഈ വർഷത്തെ 3ാമത്തെ സ്കൂളിൽ നിന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ പുറത്താക്കിയത്. അച്ഛനത് മറന്നോ? എന്ത്? കഴിഞ്ഞ സ്കൂളിലെ ടീച്ചർ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടുമായി ഒരു ചോദ്യം ചോദിച്ചു. ആർക്കും ഉത്തരം കിട്ടിയില്ല. ഞാൻ മാത്രം ശരി ഉത്തരം പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ടീസിയും തന്ന് അവിടുന്ന് പറഞ്ഞു വിട്ടു. ശരി ഉത്തരം പറഞ്ഞതിന് ടീസി തരേ? ആട്ടെ, എന്തായിരുന്നു ചോദ്യം? ടീച്ചറുടെ മേശയുടെ അടിയിൽ മൂത്രം ഒഴിച്ചതാര് എന്നായിരുന്നു ചോദ്യം. സത്യമായിട്ടും അത് ഞാനായിരുന്നു. ഈ ശരിയുത്തരം പറഞ്ഞതും സ്കൂളിൽ നിന്ന് പുറത്താക്കിയതും ഒരുമിച്ചായിരുന്നു. ടിൻഡു, ഡാ എഴുന്നേൽക്ക്, സ്കൂളിൽ പോണ്ടേ? എഴുന്നേൽക്ക്. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല അച്ഛാ. എനിക്ക് തീരെ സുഖമില്ല. എന്താ അസുഖം? എനിക്ക് സ്കൂളിൽ പോയിട്ട് ഒരു സുഖം തോന്നുന്നില്ല. ആഹാ, സ്കൂളിൽ പോകുന്നത് സുഖം കിട്ടാനല്ല, പഠിക്കാനാ. എണീറ്റേ. മോനെ ടിൻഡു, എടാ, അയ്യോ, ഇവൻ എന്ത് പറ്റി? വാ പൂട്ടുന്നില്ലല്ലോ. എടാ ടിൻഡു മോനെ, എന്ത് പറ്റി നിനക്ക്? വെറുതെ ടെൻഷൻ അടിച്ചു. ഇങ്ങനെയൊരു കൂട്ടുവായ. അത് പിന്നച്ചാ, ഇന്നലെ സൺഡേ ആയിരുന്നില്ലേ? രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കളിക്കാൻ പോയി. അതുകൊണ്ട് കോട്ടുവായ ഇടാൻ നേരം കിട്ടിയില്ല. അപ്പൊ ഇന്നലത്തെയും കൂടി ചേർത്തിട്ടതാ. അച്ഛാ, ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം നേരാവോ? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം നേരാകുമെന്നൊക്കെയാണ് പറയാറ്. എന്നാ പിന്നെ സ്കൂളിൽ പോകേണ്ടി വരില്ല. എണീറ്റ് സ്കൂളിൽ പോകാൻ നോക്ക്. ഇന്ന് രാവിലെ തന്നെ സ്കൂളിന് തീ പിടിക്കുന്നതായി ഒരു സ്വപ്നം കണ്ടു. അത് സത്യമാവുമായിരിക്കും. എടാ, ആ തീ ഫയർഫോഴ്സുകാർ കെടുത്തുന്നതായി ഞാനും ഇന്ന് സ്വപ്നം കണ്ടു. എടാ, നീ ടിൻഡുമോനാണെങ്കിൽ ഞാൻ നിന്റെ അച്ഛൻ കുഞ്ഞുമോനാണടാ, കുഞ്ഞുമോൻ. സ്കൂളിന് തീ പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. ഡാടാ, മതി പ്രാർത്ഥിച്ചത്. സ്കൂളിൽ പോകാൻ നോക്ക്. അത്ര പെട്ടെന്നൊന്നും സ്കൂളിന് തീ പിടിക്കില്ല. അയ്യോ അച്ഛാ, അതിനല്ല. ഞാൻ കൊച്ചിയെ അമേരിക്കയുടെ തലസ്ഥാനമാക്കണേ എന്ന് പ്രാർത്ഥിച്ചതാ. കൊച്ചിയോ? എടാ, കൊച്ചി എങ്ങനാടാ അമേരിക്കയുടെ തലസ്ഥാനമാകുന്നത്? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ടെസ്റ്റില് അമേരിക്കയുടെ തലസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് ഞാൻ കൊച്ചി എന്നാണ് ഉത്തരം എഴുതിയത്. ഇനി പ്രാർത്ഥിക്കല്ലേ നിവർത്തിയുള്ളൂ. അച്ഛാ, ഞാൻ പോവാണേ. അല്ല,
അച്ഛനിന്ന് ഓഫീസിൽ പോണ്ടേ? ആ അച്ഛൻ ഇന്ന് 10 മണിക്ക് പോയാ മതി. അതൊക്കെ നമ്മുടെ ചിഞ്ചുന്റെ അച്ഛനെ കണ്ടുപിടിക്കണം. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയാ രാത്രി 10 മണിക്കേ തിരിച്ചെത്തൂ. എന്ത് സുഖാന്നറിയാമോ? പിന്നെ രാവിലെ മുതൽ രാത്രി വരെ വീട് വിട്ട് നിൽക്കുന്നതാണല്ലോ ഇത്ര വലിയ സുഖം. ഞാൻ ചിഞ്ചുവിന്റെ കാര്യാ പറഞ്ഞത്. ചീത്ത പറയാനാളില്ല. ഇഷ്ടം പോലെ കാർട്ടൂൺ കാണാം, ഉറങ്ങാം, കളിക്കാം. ഹോ, എന്ത് സുഖാന്നറിയോ? എന്താടിൻഡോ നീ എന്റെ ക്ലാസ്സിൽ മാത്രം കണ്ണട വെക്കുന്നത്? അത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, തലവേദന വരുമ്പോ കണ്ണട വെക്കണമെന്ന്. ആ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സയൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സർ ഐസക് ന്യൂട്ടൺ ഒരാപ്പിൾ മരത്തിന്റെ അടിയിലിരിക്കുമ്പോൾ തലയിൽ ഒരാപ്പിൾ വീണു. അങ്ങനെയാണ് അദ്ദേഹം ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്. എന്തൊരത്ഭുതമല്ലേ? അത്ര വലിയ സംഭവമൊന്നുമല്ല. അയാള് നമ്മളെ പോലെ ക്ലാസ്സിലിരിക്കുകയായിരുന്നെങ്കിൽ ഒരു കുന്തവും കണ്ടുപിടിക്കില്ലായിരുന്നു.